പുള്ളിക്കാരി ഇപ്പോഴും വൈകുന്നേരങ്ങളിൽ ഇരുന്ന് ഖുറാൻ വായിക്കും. 5 നേരം നിസ്കരിക്കുന്ന ഒരാളാണ് ഐഷക്കുട്ടി എന്ന് പറയുന്നത്. 5 നേരം നിസ്കരിക്കും, എല്ലാ ദിവസവും വൈകുന്നേരം ഇരുന്നിട്ട് ഖുറാൻ വായിക്കും. ഈ അറബി വായിക്കാൻ അറിയാമെന്നല്ലാണ്ട് അതിന്റെ അർത്ഥം അറിയില്ല. ഇപ്പൊ മുഴുവനായിട്ട് അറിയില്ല, പക്ഷെ വായിക്കാൻ അറിയാം, എഴുതാനും അറിയാം, വായിക്കാൻ അറിയാം, പക്ഷെ അർത്ഥം അറിയില്ല. അപ്പൊ മുഴുവനായിട്ട് അറിയില്ല. അപ്പൊ എന്റെ അമ്മ, ഞാൻ അമ്മേനെ അമ്മാനും ഗ്രാൻഡ് മദറിനും ഉമ്മാന്നാണ് വിളിക്കുന്നത്. അപ്പൊ അമ്മ അമ്മയുടെ ഉമ്മേനോട്, അത് എന്റെ ഗ്രാൻഡ് മദറിനോട് ചോദിച്ചു, നിങ്ങൾ ഈ അറബി അർത്ഥം അറിയാണ്ട് ഇരുന്ന് ഇങ്ങനെ അർത്ഥം അറിയാണ്ട് ഇരുന്നിട്ട് എന്തിനെങ്ങനെ വൈകുന്നേരം ഇരുന്ന് വായിക്കുന്നത്, അതുകൊണ്ട് എന്ത് ഗുണമുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ അതിന് ഗ്രാൻഡ് മദർ പറഞ്ഞൊരു മറുപടി ഇതാണ്, മോളെ നീ തലവേദന വരുമ്പോ ഗുളിക കഴിക്കാറുണ്ടോ? അപ്പൊ അമ്മ പറഞ്ഞു കഴിക്കാറുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആശ്വാസം കിട്ടാറില്ലേ? ആ, കിട്ടാറുണ്ട്. അതിൽ എന്തൊക്കെയാ അടങ്ങിയിട്ടുള്ളത് നിനക്കറിയോ? അറിയില്ല, പക്ഷെ കഴിച്ചാൽ ആശ്വാസം കിട്ടുന്നില്ലേ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഇതിന്റെ അർത്ഥം ഒന്നും അറിയില്ല, പക്ഷെ വായിച്ചാൽ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് മോളെ, അത് പോരെയെന്ന്. അപ്പോ പലപ്പോഴും എനിക്ക് ഈ ഭഗവത്ഗീത ചില ആൾക്കാർക്കൊന്നും ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും നമ്മൾ പറയുമ്പോഴേ, പക്ഷെ അത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം. അപ്പോ ഒരിക്കൽ ഒരു ആചാര്യനോട് ഒരാൾ ചോദിച്ചു, ഞാൻ അങ്ങയുടെ ഭഗവത്ഗീത പ്രഭാഷണം ഒരു 5 തവണയെങ്കിലും കേട്ടിട്ടുണ്ട്. അങ്ങ് അടുത്ത് പറയാൻ പോകുന്ന വരി എന്താണെന്നും കൂടി എനിക്കിപ്പോ അറിയാം. അങ്ങ് പറയാനും മുമ്പേ തന്നെ അങ്ങ് പറയാൻ പോകുന്ന വരി എന്താണെന്ന് പോലും എനിക്കറിയാം. അത്രമാത്രം ഞാൻ അങ്ങയുടെ ഭഗവത്ഗീതയിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഞാൻ ആചാര്യൻ പറഞ്ഞ മറുപടി ഇതാണ്, നീ എത്ര തവണ ഭഗവത്ഗീതയിലൂടെ കടന്നുപോയി എന്നുള്ളതിലല്ല കാര്യം, ഭഗവത്ഗീത ഒരു തവണയെങ്കിലും നിന്നിലൂടെ കടന്നുപോയിട്ടുണ്ടോ എന്നുള്ളതിലാണ്